2018 കേരളത്തിലെ കത്തോലിക്ക സഭ വലിയൊരു പ്രതിസന്ധിയിലകപ്പെട്ടു. അന്നത്തെ ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള ബലാത്സംഗ പരാതി സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. അപ്പോഴെല്ലാം സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോം എന്ന കോൺവെന്റിൽ പരാതിക്കാരിയായ 51 വയസ്സുകാരിയായ കന്യാസ്ത്രീ അടച്ചിട്ട മുറിക്കുള്ളിൽ അപമാനത്താൽ കഴിയുകയായിരുന്നു. 7 വർഷത്തിന് ശേഷം അവർ പുറം ലോകത്തേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി അവർ അജ്ഞാതയല്ല, ഒരു ഇരയുമല്ല. പകരം സ്വന്തം വ്യക്തിത്വത്തോടെ സിസ്റ്റർ റാനിറ്റ് MJ ആയി അവർ അറിയപ്പെടും. കേസ് അവസാനിച്ചെന്നും ഞാൻ ഇവിടെ നിന്ന് പോയെന്നുമാണ് പലരും കരുതുന്നത്. എന്നാൽ പോരാട്ടം അവസാനിച്ചിട്ടില്ല. എനിക്കിനി ഒളിച്ചിരിക്കേണ്ട കാര്യവുമില്ല. എന്നെ എല്ലാവരും കാണണമെന്നും എന്റെ ശബ്ദം കേൾക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് സിസ്റ്റർ റാനിറ്റ് പറയുന്നത്. ജലന്ധർ രൂപതയുടെ ബിഷപ്പായിരുന്ന കാലയളവിൽ 2014 മെയ് മാസത്തിനും 2016 സെപ്റ്റംബറിനും ഇടയിൽ സിസ്റ്റർ അനുപമയെ 13 തവണ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഫ്രാങ്കോ മുളയ്ക്കൽ 2018 സെപ്റ്റംബറിൽ അറസ്റ്റിലായി. ലൈംഗികാതിക്രമ കേസിൽ ഇന്ത്യയിൽ ഒരു കത്തോലിക്ക ബിഷപ്പ് ആദ്യമായി കസ്റ്റഡിയിലെടുക്കപ്പെട്ടത് ഈ സംഭവത്തിലൂടെയാണ്. 2022 തെളിവുകളുടെ അഭാവവും അതിജീവിതയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കി. ഈ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സിസ്റ്റർ റാനിറ്റും കൂട്ടരും 2026 ഹിയറിംഗിനായി കാത്തിരിക്കുകയാണ്. പാല വൈക്കം സംസ്ഥാന പാതയ്ക്ക് അരികിലുള്ള നീല ബോർഡ് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിന്റേതാണ്. ഈ ബോർഡിന് സമീപത്ത് നിന്നുള്ള കുത്തനെയുള്ള ഇടുങ്ങിയ പാത അവസാനിക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് ഗ്രാമത്തിലുള്ള ഗംഭീരമായ ഇരുനില കെട്ടിടത്തിലാണ്. 6 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന മിഷൻ ഹോം ജലന്ധർ ആസ്ഥാനമായുള്ള മിഷണറീസ് ഓഫ് ജീസസ് എന്ന സന്യാസിനി സഭയുടെ കീഴിലുള്ള ചാപ്പലും കോൺവെന്റും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇത് കന്യാസ്ത്രീകളുടെ സഭയാണെങ്കിലും സ്വന്തമായി ഭരണക്രമമുണ്ടെങ്കിലും ബിഷപ്പ് രക്ഷാധികാരിയായുള്ള ജലന്ധർ രൂപതയുടെ കീഴിലാണ് വരുന്നത്. സിസ്റ്റർ റാനിറ്റ് സന്യാസിനി സഭയിൽ ഒരു കന്യാസ്ത്രീക്ക് വഹിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയായ സുപ്പീരിയർ ജനറൽ എന്ന നിലയിലുള്ള കാലാവധി കഴിഞ്ഞ് 2013 അവർ ജലന്ധറിൽ നിന്ന് ഇവിടേക്ക് മാറിയത്. മിഷൻ ഹോമിൽ വെച്ചാണ് അവർ ഒരു സംഘം കന്യാസ്ത്രീകളെ നയിച്ചുകൊണ്ട് പ്രായമായ അഗതികളെ പരിചരിക്കുകയും സഭയുടെ സ്വത്തുക്കൾ പരിപാലിക്കുകയും ചെയ്തത്. ഇവിടെ വെച്ചാണ് 20-ാം നമ്പർ മുറിയിൽ വെച്ച് അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ഈ അധികാര ശ്രേണിയുടെ നെറുകയിൽ മിക്കപ്പോഴും ബിഷപ്പാണ്. രൂപതയ്ക്കുള്ളിലെ പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഭരണപരമായ അധികാരം മാത്രമല്ല, സിസ്റ്റർ റാനിറ്റ് ഉൾപ്പെടുന്ന മിഷണറീസ് ഓഫ് ജീസസ് പോലുള്ള സന്യാസിനി സമൂഹങ്ങൾക്ക് മേലും ബിഷപ്പിന് വലിയ നിയന്ത്രണമുണ്ട്. അധികാരികൾക്ക് മുൻപിൽ ചോദ്യങ്ങളില്ലാതെ പൂർണ്ണമായി കീഴടങ്ങാൻ ആവശ്യപ്പെടുന്ന ഒരു സംവിധാനമാണിത്. ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചാൽ അതിന് പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. സിസ്റ്റർ റാനിറ്റിന് അത് വൈകാതെ ബോധ്യപ്പെടുകയും ചെയ്തു. 2014 മെയ് 5 ആ മഠത്തിൽ വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ ഒരു വൈദികന്റെ പട്ടംകുട ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തിയ ബിഷപ്പ് മുളയ്ക്കൽ അന്ന് രാത്രി അവിടെ താമസിക്കുമെന്ന് മഠത്തിൽ അറിയിപ്പ് വന്നു. കോടതി രേഖകൾ പ്രകാരം ചാലക്കുടിയിലെ പരിപാടികൾക്ക് ശേഷം ബിഷപ്പ് കുറുവിലങ്ങാട് എത്തിയപ്പോൾ രാത്രി വിശ്രമത്തിനായി 20-ാം നമ്പർ മുറിയിലേക്ക് പോയി. എന്നാൽ 10 മണിക്ക് ശേഷം അദ്ദേഹം സിസ്റ്റർ റാനിറ്റിനെ വിളിക്കുകയും തന്റെ പുരോഹിത വസ്ത്രം ഇസ്തിരിയിട്ട് മുറിയിലെത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതായാണ് രേഖകളിൽ പറയുന്നത്. ഇത്തരം ജോലികൾ കന്യാസ്ത്രീകളുടെ നിശ്ചിത ചുമതലകളിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും ബിഷപ്പിന്റെ അധികാരവും സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവവും കാരണം മിഷൻ കേന്ദ്രങ്ങളിലെ സ്ത്രീകൾക്ക് പലപ്പോഴും ഇത്തരം ജോലികൾ ചെയ്യേണ്ടതായി വരുന്നു. സിസ്റ്റർ റാനിറ്റ് അദ്ദേഹത്തിന്റെ വസ്ത്രം കൈമാറാൻ വാതിലിൽ മുട്ടിയപ്പോൾ മഠത്തിലെ അടുക്കള നവീകരണവുമായി ബന്ധപ്പെട്ട രേഖകൾ കൊണ്ടുവരാൻ മുളയ്ക്കൽ അവരോട് ആവശ്യപ്പെട്ടു. കോടതി രേഖകൾ പ്രകാരം അവർ പേപ്പറുകളുമായി മുറിയിൽ പ്രവേശിച്ചപ്പോൾ മുളയ്ക്കൽ അകത്തുനിന്ന് വാതിലടച്ചു. തുടർന്ന് വിവസ്ത്രനാക്കുകയും അവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ബിഷപ്പായതുകൊണ്ട്, ദൈവത്തോട് ഏറ്റവും അടുത്ത ഒരാളായതുകൊണ്ട് എന്റെ ജീവനിൽ എനിക്ക് ഭയമുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. തൊട്ടടുത്ത ദിവസമായ മെയ് 6 ബിഷപ്പ് അവരെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും സമാനമായ രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്തതായാണ് ആരോപണം. 2 മാസത്തിന് ശേഷം 2014 ജൂലൈ 11 ബിഷപ്പ് വീണ്ടും മഠത്തിൽ വന്നപ്പോൾ തന്റെ ജോലികൾ ചെയ്യാൻ പോലും താൻ ഭയപ്പെട്ടിരുന്നതായി സിസ്റ്റർ റാനിറ്റ് പറയുന്നു. ഈ പ്രാവശ്യവും അദ്ദേഹം അവരെ ബലാത്സംഗം ചെയ്തതായാണ് ആരോപണം. 2014 2016 ഇടയിൽ ബിഷപ്പ് നടത്തിയ 13 സന്ദർശനങ്ങളിലും ഈ പീഡനങ്ങൾ തുടർന്നതായും സെപ്റ്റംബർ 23, 2016 അവസാനമായി ഇത് നടന്നതെന്നും ആരോപിക്കപ്പെടുന്നു. ഒരിക്കൽ അദ്ദേഹം ഫോണിൽ വിളിച്ച് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയതായും കോടതിയിലെ അവരുടെ മൊഴിയിൽ പറയുന്നുണ്ട്. പീഡനങ്ങൾ തുടങ്ങി 2 വർഷത്തിന് ശേഷം
2016 സെപ്റ്റംബർ ആയപ്പോഴേക്കും ബിഷപ്പിനെ എതിർക്കാനുള്ള ധൈര്യം സംഭരിച്ചതായും അദ്ദേഹം മഠത്തിൽ താമസിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്ന് ഫോൺ കോളുകളിലൂടെ അറിയിച്ചതായും സിസ്റ്റർ ആനറ്റ് പറയുന്നു. തുടർന്നുണ്ടായ പ്രതികാര നടപടികൾ വളരെ പെട്ടെന്നായിരുന്നു. അതവരെ മഠാധിപതി എന്ന പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലേക്ക് നയിച്ചു. സിസ്റ്റർ ആനറ്റ് കോടതിയിൽ നൽകിയ മൊഴിയിൽ പറയുന്നത് ബിഷപ്പ് തന്റെ കുടുംബാംഗങ്ങളെ കള്ളക്കേസുകളിൽ കുടുക്കാൻ ശ്രമിച്ചു എന്നാണ്. എന്നാൽ അവർ കോൺവെന്റിനുള്ളിൽ സ്വയം അടച്ചിരുന്നപ്പോൾ 5 കന്യാസ്ത്രീകൾ അവർക്കൊപ്പം നിലകൊണ്ടു. സിസ്റ്റർ നീന റോസ്, സിസ്റ്റർ അനുപമ, സിസ്റ്റർ ജോസഫൈൻ, സിസ്റ്റർ അൻസിറ്റ, പിന്നെ ജലന്ധറിൽ നിന്ന് തന്റെ ചേച്ചിക്ക് കൂട്ടായി എത്തിയ സിസ്റ്റർ ആൽഫി എന്നിവരായിരുന്നു അവർ. മുളയ്ക്കലിനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ വിചാരണ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഈ 5 കന്യാസ്ത്രീകൾ എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തുള്ള വഞ്ചി സ്ക്വയറിൽ സമരം ആരംഭിച്ചു. വൈകാതെ തന്നെ 80ഓളം സംഘടനകൾ അവർക്ക് പിന്തുണയുമായി എത്തിയതോടെ പ്രതിഷേധം ശക്തമായി. മുളയ്ക്കലിനെതിരെയുള്ള പോരാട്ട വീര്യമുള്ള ഗാനങ്ങളും പ്രസംഗങ്ങളും അവിടെ മുഴങ്ങിക്കേട്ടു. സെപ്റ്റംബർ 21 ബിഷപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിചാരണ വേളയിൽ മുളയ്ക്കൽ തന്റെ ഔദ്യോഗിക പദവിയും ആധിപത്യവും ഉപയോഗിച്ച് സിസ്റ്ററെ അന്യായമായി തടഞ്ഞുവെച്ചതായും പീഡിപ്പിച്ചതായും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്തൊക്കെയായാലും 2022 കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കി. പ്രോസിക്യൂഷൻ ഉന്നയിച്ച കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും സിസ്റ്റർ റാനറ്റിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ മൊഴികൾ പൂർണ്ണമായും തള്ളിക്കളയുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. വിചാരണ കോടതിയുടെ ഈ ഉത്തരവിനെ കുറിച്ച് പ്രതികരിക്കാൻ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ തയ്യാറായിട്ടില്ല. കുറ്റവിമുക്തനാക്കപ്പെട്ട് 1 വർഷത്തിന് ശേഷം 2022 മുളയ്ക്കൽ ജലന്ധർ ബിഷപ്പ് സ്ഥാനം രാജിവെച്ചു. എങ്കിലും സഭ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് പുറത്താക്കാത്തതിനാൽ ബിഷപ്പ് എന്ന പദവി അദ്ദേഹം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസ് പോലെ ഈ കേസും ഒതുങ്ങുമോ എന്നാണ് നിലവിൽ സിസ്റ്റർമാരെ അലട്ടുന്ന ഭയം.